ഉണ്ടോ? അതുകൊണ്ട് ജീവിതത്തെ കുറിച്ച് ഓർത്തോ മോളെ. നീ നോക്ക്, അസ്രായീൽ നിന്റെ തലക്കു ഭാഗത്തിരിക്കുന്നു. അപ്പോഴാണ് സുബ്ഹാനല്ലാഹ് ആകാശം വരെ വേറെ പേടിപ്പിക്കുന്ന മലായിക്കത്തുകൾ വേറെ നിൽക്കുന്നു. ഇവർക്ക് ജോലിയുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം സഹോദരിമാരെ. എനിക്ക് കേൾക്കണോ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി മറുഭാഗത്ത് വരുന്നു. വന്നിട്ട് നിന്റെ മുന്നിൽ അതാ ഒരു വെള്ളപ്പാത്രവുമായി നിൽക്കുന്നു. ഏതാണ് ഈ സന്ദർഭമെന്നറിയോ? മരിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഈ ലോകത്തുള്ള സമുദ്രങ്ങളിലെ മുഴുവൻ വെള്ളം കൊണ്ടുവന്ന് കുടിച്ചാലും നിന്റെ ദാഹം തീരില്ല പോൽ. അത്രമാത്രം കടുകടുത്ത ദാഹമുള്ള വേളയാണ് പോൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈമാനില്ലാതെ മരിക്കേണ്ടി വന്നാൽ നമ്മളെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. ഈ സമയത്താണ് നിന്റെ മക്കള് ഒരു തിരി നനച്ച് നിന്റെ ചുണ്ടിൽ ഇങ്ങനെ ഉറ്റിച്ചു തരുന്നു, ഒരു സ്പൂണിൽ ഒരു ഉറ്റ് നിന്റെ വായിൽ ഇങ്ങനെ ഉറ്റിച്ചു തരുന്നു. അപ്പോഴേക്ക് പുറത്ത് നിന്ന് മറ്റുള്ള ആളുകൾ കൈ പിടിക്കുന്നില്ലേ? ചങ്കിൽ കെട്ടുമെന്ന് പറഞ്ഞ് പിടിക്കുന്നില്ലേ? നീയോ കൊടിയ ദാഹം സഹിക്കുകയാണ്. അപ്പോഴാണ് നിന്റെ ഈമാൻ പിഴപ്പിക്കാൻ പറ്റിയ സന്ദർഭമെന്ന് കരുതി ഈ കൊടിയ ദാഹം സഹിക്കുന്ന സമയത്ത് ഇബ്ലീസ് വെള്ളവുമായി വന്ന് നിന്റെ മുന്നിലേക്ക് നീട്ടിത്തന്ന് നിന്നോട് പറയുന്നു, മോളെ കലിമ ചൊല്ലാതിരുന്നാൽ ഞാൻ നിനക്ക് വെള്ളം തരാമെന്ന് പറഞ്ഞ് നിന്റെ മുന്നിൽ ദാഹിക്കുന്ന നേരത്ത് വെള്ളം തരുമ്പോ നീ അതിൽ പെട്ടുപോകുമോ? ഉമ്മമാരെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇബ്ലീസ് ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു നമ്മെ ഈമാൻ പിഴപ്പിക്കാൻ, എന്നിട്ടൊന്നും നമ്മൾ അവന്റെ കെണിയിൽ കുടുങ്ങുന്നില്ല എങ്കിൽ ഇബ്ലീസ് മരിച്ചുപോയ ഉപ്പാന്റെ കോലത്തിൽ ഉമ്മാന്റെ കോലത്തിൽ ഇങ്ങനെ വരുന്നു. വന്നിട്ട് നമ്മോട് പറയുന്നു, മോളെ ഖബറിൽ ശിക്ഷയില്ല കേട്ടോ, ഖബറിൽ അദാബില്ല കേട്ടോ. അതൊക്കെ വെറുതെ പറയുകയാണ്. കലിമയൊന്നും ചൊല്ലിയില്ലെങ്കിലും ഒന്നും വരാനില്ല എന്ന് പറഞ്ഞ് മരിച്ച ഉപ്പാന്റെ കോലത്തിലും ഉമ്മാന്റെ കോലത്തിൽ ഒരാൾ വന്ന് പറയുമ്പോ നമ്മൾ കലിമ ചൊല്ലുമോ? നിങ്ങൾ ബേജാറാകേണ്ടതല്ല സഹോദരിമാരെ. ഞാൻ എന്റെ പ്രസംഗം നീട്ടാതെ നിർത്തട്ടെ. നിങ്ങൾ ആലോചിക്കുക, മരണത്തിന്റെ മുന്നിലാണ് നീ കിടക്കുന്നത്. അപ്പോഴതാ 4 മലക്കുകൾ നിന്റെ റൂഹ് പിടിക്കുന്നു. അസ്രായീൽ നേതൃത്വം വഹിക്കുന്നു, പിടിക്കുന്നില്ല. അസ്രായീൽ പിടിക്കാനാവുന്നേ ഉള്ളൂ. 4 മലക്കുകൾ അസ്രായീലിന്റെ കൂടെ സഹായത്തിന് വന്നിട്ടുണ്ട്. അതിലൊരു മലക്ക് നിന്റെ വലത്തെ കാല് പിടിക്കുന്നു, ഒരു മലക്ക് നിന്റെ ഇടത്തെ കാല് പിടിക്കുന്നു, ഒരു മലക്ക് നിന്റെ വലത്തെ കൈ പിടിക്കുന്നു, ഒരു മലക്ക് നിന്റെ ഇടത്തെ കൈ പിടിക്കുന്നു. എന്നിട്ട് കാലിൽ നിന്ന് ചെറുവിരലിൽ നിന്ന് തള്ളവിരലിൽ നിന്ന് റൂഹ് പിടിക്കാൻ ഒരുങ്ങുന്നു. ഒരു കണിപ്പിൽ നിന്ന് റൂഹ് അങ്ങോട്ട് പോകുമ്പോഴേക്ക് നിന്റെ തലച്ചോറ്റിലേക്ക് അതിന്റെ വേദന കേറിയിട്ടു നീ നിന്റെ കാല് കുറുക്കുന്നില്ലേ? കുറുക്കിയ കാല് അപ്പോൾ തന്നെ മക്കൾ നീട്ടി വെക്കുന്നില്ലേ? അപ്പോഴേക്ക് വീണ്ടും നീ കുറുക്കുമ്പോ നിന്റെ കാല് തമ്മിൽ വെച്ചിൽ ഉരസുന്നില്ലേ? ഒരു തണ്ടങ്കാല് മറ്റേ തണ്ടങ്കാലും വെച്ച് പരസ്പരം ഉരസുന്നില്ലേ? നമ്മളെ മക്കള് നമ്മളെ കാലൊഴിഞ്ഞു തരുന്നില്ലേ? മക്കളെ കയ്യിന്റെ ഉള്ളിലൂടെ ആത്മാവ് കേറിപ്പോകുന്നത് നാം ആരെങ്കിലും അറിയലുണ്ടോ ഉമ്മമാരെ? ഈ മക്കൾ അറിയുന്നുണ്ടോ ഉമ്മമാരെ? കടുത്ത വേദന സഹിക്കാൻ കഴിയാതെ എന്താണുമ്മ കാലിൽ നിന്നാണം പോലെ റൂഹ് പിടിക്കാൻ ഒരുങ്ങുന്നത്, തലയിൽ നിന്ന് പിടിക്കാതെ കാലിൽ നിന്ന് പിടിക്കുന്നതിന്റെ കാരണം നിനക്കറിയോ? മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോ തലയിൽ നിന്നാണ് റൂഹ് പിടിക്കുന്നതെങ്കിൽ നീ അതാ നിന്റെ കാലിന്റെ സ്വാധീനം നശിക്കാത്ത കാലത്തോളം ഈ ഭൂമിയിലൂടെ പരക്കം പായാനിടവരും, ഈ ഭൂമിയിലൂടെ ഓടാനിടവരും. അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് അള്ളാഹു കണ്ടുകൊണ്ട് നിന്റെ തലഭാഗത്ത് നിന്ന് റൂഹ് പിടിക്കാതെ നിന്റെ കാലിന്റെ പാദം തളർത്തുന്നു. കാലിന്റെ പാദത്തിൽ നിന്ന് ആത്മാവ് പിടിച്ച് വലിച്ച് നിന്നെ തളർത്തിയിടുന്നു. കാല് തളർന്നാൽ പിന്നെ നിനക്ക് എണീക്കാൻ കഴിയുമോ? നിന്റെ ആത്മാവ് പിടിച്ച് വലിക്കുകയാണ്.
വലിക്കുകയാണ്, കയ്യിൽ നിന്ന് വലിക്കുകയാണ്. 4 മലായിക്കത്തും നെഞ്ചിലെത്തുന്ന സമയത്ത് കൂട്ടത്തിൽ ഒരു മലക്ക് നിന്നെ വേദനിക്കുന്ന ഒരു പ്രഹരം പ്രഹരിക്കുന്നു. ആ പ്രഹരത്തോടുകൂടെ നിന്റെ നെഞ്ചിന്റെ കുണ്ടിലൊരു ഇടി തരുമ്പോ നിന്റെ ചെറുനാക്ക് ഉള്ളോട്ട് വലിഞ്ഞു പോകുന്നു. ഒരു തുള്ളി വെള്ളം തന്നാൽ അത് കളകളാരവം മുഴക്കി ഉള്ളിൽ തങ്ങുന്നു. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്റെ റൂഹ് പിടിക്കാൻ തയ്യാറാകുന്നു. 4 മലായിക്കത്തും മാറി നിൽക്കുന്നു. ചങ്കിൽ നിന്ന് നിന്റെ റൂഹ് അങ്ങോട്ട് പിടിക്കുന്നത് മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചങ്കിൽ നിന്ന് തലയിലൂടെ കണ്ണിലൂടെ പുറത്തെടുക്കുന്നു. ആ സമയത്തതാ ഒരു പരിപരിക്കൻ വസ്ത്രം ഒരു മുള്ളിലിട്ട് ഇങ്ങോട്ട് വലിച്ചാൽ, ഒരു കമ്പിയിലിട്ട് വലിച്ചാൽ ഏത് പ്രകാരം കീറിപ്പൊളിയുന്നുവോ അത് പ്രകാരം നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഒരു ശബ്ദം മുഴക്കി പുറത്തേക്ക് പോകുന്നു. അസ്രായീൽ പറയുന്നു, യാ അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ ഉഖ്റുജി ഇലാ റിദ്വാ ഇലാ സഖത്തില്ലാ ഉഖ്റുജി ഇലാ ഗളബില്ലാ. പടച്ചവന്റെ കോപത്തിലേക്ക് പോരു ആത്മാവേ എന്ന് പറഞ്ഞുകൊണ്ടതാ പിടിച്ചു വലിക്കുന്നു. തീനാലുള്ളൊരു വസ്ത്രമുണ്ട്, തയ്യാറാക്കി നിൽക്കുന്നു. നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രമാണ്. ആ വസ്ത്രത്തിൽ ആത്മാവിടുന്നു, പൊതിയുന്നു. എന്നിട്ടത് മലക്കിലേക്ക് കൊടുക്കുന്നു, മറ്റേ മലക്കിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ കൈമാറുന്നു. എല്ലാ മലായിക്കത്തും നിന്നെ ശപിക്കുന്നു.